ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള താങ്ക് യു. കാരണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് നേടാനായിട്ട് പറ്റിയത്. ഏകദേശം ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷത്തിൻ്റെ അടുത്തായി. അതിന് മോണിറ്റൈസേഷൻ ഇപ്പോൾ കിട്ടിയിട്ട് ഒരു 3 വർഷത്തിൻ്റെ അടുത്തായി മോണിറ്റൈസേഷൻ കിട്ടിയിട്ട്. ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വേറെ ചാനൽ തുടങ്ങാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഒരു ക്രാഫ്റ്റിങ്ങിൻ്റെ പേജ് തുടങ്ങാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ എന്തെന്ന് പറയുമ്പോൾ ഒരു ക്യാമറ എടുത്തു, നിക്കോണിൻ്റെ ഒരു ക്യാമറ എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വിചാരം എന്ന് പറയുന്ന നേരത്ത് ഈ യൂട്യൂബിൽ മെയിനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇല്ലേ, അവർക്ക് ഒരു വ്യൂസിന് 1 രൂപ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ നോക്കാൻ നേരത്ത് കുറേ പേർക്ക് 10 ലക്ഷം വ്യൂസും 5 ലക്ഷം വ്യൂസും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു മാസം എന്തോ ഒരു രൂപ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ഇതിനകത്തു നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലേക്ക് വന്നത്. പിന്നെ ഈ ക്രാഫ്റ്റിംഗ് ചാനൽ തുടങ്ങാൻ നേരത്തെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ആ പരിപാടി നടപടിയാവില്ലെന്ന്. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചാനൽ തുടങ്ങുമെന്നുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആലോചനയിലായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് എനിക്ക് ഡബ്ബിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടിയത്. ചെയ്താൽ കൊള്ളാമെന്ന്. കാരണം നോക്കാൻ നേരത്ത് പൊതുവേ കുറവാണ്, ഇതുപോലത്തെ ചാനൽ ഭയങ്കര കുറവാണ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ടൈം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. കാരണം എന്താണ് കോപ്പിറൈറ്റ്, എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ ഞാൻ ഒരു വീഡിയോ ഡയറക്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ സൗണ്ട് കൊടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, വീഡിയോയ്ക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെയൊക്കെ ഒരു മൈൻഡിൽ ഈ ക്ലെയിം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ കാശ് കിട്ടണ എന്തോ പരിപാടിയാണ്, നമുക്ക് ഈ വണ്ടിക്ക് ക്ലെയിം ചെയ്യുക അങ്ങനെയൊക്കെ പറയില്ല, കാശ് കിട്ടുന്ന പരിപാടിയാണെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇട്ട്. അപ്പോൾ അതിന് കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ല. ഞാൻ എങ്ങനെ രണ്ടാമത് എഡിറ്റ് ചെയ്ത് അതിന് ക്ലെയിം ആക്കി. അങ്ങനെ ലാസ്റ്റ് ഒരു 3-4 വീഡിയോ ഞാൻ ക്ലെയിം ആക്കി. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും കാശും കിട്ടൂല, അതുപോലെ തന്നെ മോണിറ്റൈസേഷനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല. അങ്ങനെ ഞാൻ കുത്തിയിരുന്നിട്ട് ആ ഒരു ടൈമിൽ ചെയ്ത എല്ലാ വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമ്മൾ ഉദ്ദേശിച്ച വാച്ച് അവറായി, നമ്മൾ ഉദ്ദേശിച്ച സബ്സ്ക്രൈബേഴ്സായി, പക്ഷേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം അവരുടെ ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടി. നമ്മുടെ മഹേഷ് ചേട്ടനില്ലേ, മഹേഷ് മിമിക്സ്, പുള്ളിക്കാരൻ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ സീനിയറായിരുന്നു. ഞാൻ അന്നത്തെ ടൈമിൽ ഈ കലോത്സവം പോലത്തുള്ള എല്ലാ പരിപാടിയിലും ഞാൻ പേര് കൊടുക്കും. എനിക്കിങ്ങനെ പാട്ട്, ഡാൻസ് അതുപോലുള്ള എല്ലാ പരിപാടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതുപോലത്തുള്ള എല്ലാ പരിപാടിക്കും ഞാൻ പേര് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമാണ് നമ്മുടെ മഹേഷ് മിമിക്സ് ഇല്ലേ, പുള്ളിക്കാരൻ എൻ്റെ സ്കൂളിൽ എൻ്റെ സീനിയറായിരുന്നു. പുള്ളിക്കാരൻ പരിപാടി ചെയ്യാൻ നേരത്ത് ആ ഹാള് ഫുള്ളും ഭയങ്കര തിരക്കാണ്. പുള്ളിക്കാരൻ അന്ന് ചെയ്തപ്പോഴും ഓർക്കുന്നുണ്ട്, ദശാവതാരത്തിലെ 10 പേരെ സൗണ്ട്, അതുപോലെ തന്നെ മധുവിൻ്റെ സൗണ്ട്, പുള്ളിയുടെ അന്നേ ഭയങ്കര പെർഫെക്ഷൻ സാധനം. അപ്പോൾ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവം കൊള്ളാം. ഇപ്പോൾ ഞാനൊക്കെ നേരത്തെ ഈ ലളിതഗാനം അതുപോലത്തെ പരിപാടിക്കൊക്കെ കൂടും. ഞാനൊക്കെ പാട്ട് പാടാൻ നേരത്ത് ഒരൊറ്റ മനുഷ്യനെ എൻ്റെ ചുറ്റുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, മിമിക്രിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുടെ സപ്പോർട്ടൊക്കെ കിട്ടൂലേ. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ ഒരു 3-4 പേരെ സൗണ്ടൊക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ സ്കൂളിൽ ചെയ്ത് അന്ന് പിന്നെ പിള്ളേരൊക്കെ കുറവായി കാരണം ഈ ഫസ്റ്റ് സെക്കൻഡൊക്കെ ചുമ്മാ അങ്ങനെയൊക്കെ കിട്ടും. ഞാൻ കഴിഞ്ഞിട്ട് ഡിപ്ലോമ പഠിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ തന്നെ കോളേജിൽ വെച്ച് ചെയ്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ സബ് ജില്ല അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഈ ഡിപ്ലോമയിലൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജ് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റേറ്റ് മത്സരം. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് മത്സരത്തിന് പോയി. അവിടെ ചെല്ലാൻ നേരത്ത് എൻ്റെ പരിപാടിയുടെ ടൈമിൽ ഞാനും ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടുമായിരിക്കും. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഗാനമേള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പെർഫോം ചെയ്ത് റിട്ടേൺ വരാൻ നേരത്ത് ഹോള് ഫുള്ളും ഫില്ലായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ കുറേ പേരുണ്ടല്ലോ പരിപാടി കാണാനൊക്കെ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നോക്കാൻ നേരത്താണ് ഒരു 10-40 പേരുടെ മേളിൽ ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തേക്കടെ മഹേഷ് ആയിരുന്നു, എൻ്റെ സീനിയറായിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് എന്തായാലും കിട്ടാൻ പാടില്ല, സെക്കൻഡോ തേർഡ് കിട്ടും. പിന്നെ ഞാൻ നോക്കാൻ നേരത്ത് നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ വന്നേക്കണം കുറേ പേര് അവിടെ. എനിക്ക് മനസ്സിലായി ഒന്നും കിട്ടാൻ പാടില്ല. അങ്ങനെ എൻ്റെ കൈയും കാലൊക്കെ വിറയോട് വരാം. ഞാൻ അതായിട്ട് രണ്ടും കൽപ്പിച്ച് സ്റ്റേജിൽ കയറി. പക്ഷേ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴല്ലോ ഞാനെടുത്ത എല്ലാവരും സൗണ്ടും എൻ്റെ ടെൻഷൻ കാരണം ഒരുപോലെയായിരുന്നു. പിന്നെ ആ ഒരു പരിപാടി കൊണ്ട് ഞാൻ നിർത്തി. പിന്നെ ഇപ്പം ഞാനൊക്കെ എൻ്റെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് റെഡ്മിയുടെ ഒരു 10-15,000 രൂപ ഒരു ചെറിയ ഫോണാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയ 900 രൂപ ഒരു മൈക്കുണ്ട്. പക്ഷേ ആ ഒരു മൈക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണം. അത് തന്നെ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞാൻ അത് തന്നെ വാങ്ങണം. കാരണം എനിക്ക് ആ സാധനത്തിൽ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ കുറേ പേര് നിർത്തി അപമാനിച്ച് ഊക്കി വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്ലേ ബട്ടണൊക്കെ കിട്ടിയ ടൈമില്ലേ, അന്ന് ഈ കളിയാക്കിയവരൊക്കെ
എൻ്റെ ഫോട്ടോയും ആ സാധനമൊക്കെ വെച്ചിട്ട് സ്റ്റോറി ഇട്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ബ്രോ എങ്ങനെയാണ് ഈ ഫോളോവേഴ്സിനെ സെറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണേ. ഞാൻ പറയും, നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ വീഡിയോ റീച്ച് ആകും. ചിലപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ റീച്ച് ചെയ്യുന്ന വരില്ല. ഞാനൊക്കെ ഒരു 10-12 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിനകത്തൊരു വീഡിയോ റീച്ച് ആയത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുകയാണെങ്കിലും ഞാൻ എഴുതി വെച്ചിട്ടല്ല വീഡിയോ ആണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത്, ആ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട്, ബ്രോ വീഡിയോയുടെ ലെങ്ത്ത് കുറവാണ്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് വീഡിയോ ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളത് കട്ട് ചെയ്ത് ചിലപ്പോൾ കോപ്പി റൈറ്റിൻ്റെ വിഷയമൊക്കെ ഉണ്ടായി ലാസ്റ്റ് ഒരു 3 മിനിറ്റും 2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചാനലിനെ സംബന്ധിച്ച് കോപ്പി റൈറ്റിൻ്റെ വിഷയം ഭയങ്കര ഇതാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സൗണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്തായിരിക്കും ഇതിനകത്ത് കോപ്പി റൈറ്റിൻ്റെ വിഷയമൊക്കെ കാണുന്നത്. പിന്നെ നമ്മളത് കട്ട് ചെയ്തൊക്കെ വരാൻ നേരത്ത് പിന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ ആദ്യം ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇൻഷോട്ട് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരും ബേസിക് തൊട്ട് ഉള്ളൊരു സംഭവമായിരിക്കും ഇൻഷോട്ട്. എനിക്ക് ഇൻഷോട്ടിൽ നിന്ന് മാറാൻ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ ക്യാപ് കട്ട് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഇൻഷോട്ടിനെക്കാളും കുറച്ചുകൂടി എന്താ പറയുക, കുറേ കാര്യങ്ങൾ കൂടുതലുണ്ട് ക്യാപ് കട്ടിൽ. അങ്ങനെയാണ് ഞാൻ ക്യാപ് കട്ടിട്ട് മാറിയത്. കാരണം കുറച്ച് ക്വാളിറ്റി വൈസ് ആണെങ്കിലും കുറച്ച് എഫക്റ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ക്യാപ് കട്ടിൽ കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ ഞാൻ ഇൻഷോട്ടിൽ നിന്ന് ക്യാപ് കട്ടിട്ട് മാറി. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഈ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴും ഇൻഷോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ഫോണോ എഡിറ്റ് ചെയ്യാൻ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലുള്ളത് അല്ലെങ്കിൽ അതൊക്കെ മതി. സത്യം പറഞ്ഞാൽ നമ്മളൊരു ആദ്യമായിട്ട് തുടങ്ങാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ അധികം കാശൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ ഇതുപോലെ തന്നെ 1 പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സാധനമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു ക്യാമറ അതും ഇതൊക്കെ വാങ്ങി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ചാനലൊക്കെ ഒന്ന് സെറ്റായി റവന്യൂ ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ പണിക്ക് പോകാൻ മടിയായി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ പിന്നെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കുള്ള കാര്യം പറയൂലല്ലോ. കാരണം ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ ബിടെക് എടുത്ത്. പക്ഷെ ഇപ്പോഴും ജോലിക്ക് പോകണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനമൊക്കെ നാളെ അടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ റോട്ടിലിരുന്ന് ദണ്ടണ്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ യൂട്യൂബ് സൈഡാക്കിയിട്ട് നമ്മൾ മെയിനായിട്ടൊരു ജോലി എക്സ്പീരിയൻസ് ഒക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു സാധനം മാത്രം നിന്നുകൊണ്ട് നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട്, ബ്രോ ഏത് ആപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ സൗണ്ട് മാറ്റാൻ വേണ്ടി. അപ്പം ഞാൻ പറയും, ഞാൻ ആപ്പൊന്നും യൂസ് ചെയ്യാറില്ല. എല്ലാം നമ്മുടെ തൊണ്ടയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഗൈസ്. അപ്പോൾ ഇനിയും കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പേര് പറയാറുണ്ട്, ബ്രോ പണ്ടത്തെ പോലെ വീഡിയോസൊന്നും സെറ്റ് ആവണില്ല. ഞാൻ പക്ഷേ മാക്സിമം എൻ്റെ രീതിയിൽ ഞാൻ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ഒരുപാട് സ്നേഹം.